എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ ഒരു കഹാനിയാണ് പഠിക്കുന്നത്. രൂരു എന്നാണ് കഹാനിയുടെ പേര്. പാരോ ആനന്ദാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. ഇത് ഒരു കങ്കാരു കുഞ്ഞിൻ്റെ കഥയാണ്. കങ്കാരു കുഞ്ഞിൻ്റെ സഹൃദയത, അതുപോലെ തന്നെ മിത്രത, അതൊക്കെയാണ് നമ്മളിതിൽ ഈ കഥയിൽ കാണുന്നത്. വളരെ മനോഹരമായ ഒരു കഥയാണ് രൂരു എന്നത്. അതിനു മുമ്പായി നിങ്ങളോടൊരു കാര്യം പറയാം. പല കുട്ടികളും നമ്മുടെ എല്ലാ ക്ലാസ്സും ഇതിൽ 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സും ഇതിലുണ്ട്. ഹിന്ദിയുടെ ക്ലാസ് പ്രത്യേകമായിട്ടുണ്ട്. അതിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഓരോ അതാത് ക്ലാസ് 5 ആണെങ്കിൽ 5, 6 അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ക്ലാസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതായത് ചില കുട്ടികൾ ചോദിക്കുന്നു, ചില ക്ലാസ് കണ്ടതിന് ശേഷം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലതും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതിന് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞാണ് രൂരു. കങ്കാരു കെ ബച്ചേക്കോ ജോയിസ് കാത്തേ ഹെ. കങ്കാരുവിൻ്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ് ജോയിസ്. വൈസേ ഹി ജയ്സേ കുത്തേ കെ ബച്ചേക്കോ പില്ല. കുത്തേ കെ ബച്ചേ, കുത്തേ പറഞ്ഞാൽ അറിയാലോ, കുത്തേ കെ ബച്ചേ ഡോഗ്. ഡോഗിൻ്റെ കുഞ്ഞിനെ, പട്ടിക്കുഞ്ഞിനെ എന്താ വിളിക്കുന്നത്? പില്ല എന്ന് വിളിക്കും. ബില്ലി കെ ബച്ചേക്കോ ബിലൗട്ട. പൂച്ചക്കുഞ്ഞിനെ വിളിക്കുന്നതോ ബിലൗട്ട എന്ന് വിളിക്കും. അതുപോലെ കങ്കാരുവിൻ്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ് ജോയ്സ്. ഓക്കെ, കങ്കാരുവിൻ്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ് ജോയ്സ്. മനസ്സിലായോ? പൂച്ചക്കുഞ്ഞിനെ ബിലൗട്ട എന്നും പട്ടിക്കുഞ്ഞിനെ പിള്ള എന്നും വിളിക്കുന്നത് പോലെ കങ്കാരു കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ് ജോയ്സ്. ഓക്കെ, ബാക്കി നോക്കാം. ഉസ്കി അമ്മി ഉസേ രൂരു ബുലാത്തി ദി. അവൻ്റെ അമ്മ അവനെ എന്താ വിളിച്ചോണ്ടിരുന്നത്? രൂരു എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അവൻ്റെ അമ്മ അവനെ എന്താ വിളിക്കുക? രൂരു എന്നാണ് അവൻ്റെ അമ്മ അവനെ വിളിക്കുക. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ ഹമേശ രോത്താരത്താത. എന്തുകൊണ്ടാണ്? അവൻ എപ്പോഴും എപ്പോഴും രോത്താരത്താത, കരഞ്ഞോണ്ടേയിരിക്കും. എപ്പോഴും അവന് കരച്ചിലാണ് രൂരുവിന്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ അവനെന്ത് വിളിക്കുന്നത്? രൂരു എന്ന് വിളിക്കുന്നത്. ഓക്കെ, രോ ക്യോം രഹേ ഹോ അമ്മീനെ ഫിർ പൂച്ച. എന്തിനാണ് കരയുന്നത്? വീണ്ടും അമ്മ ചോദിക്കുകയാണ്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ രൂരു അല്ലേ? എങ്കിലും അമ്മ ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുകയാണ്. അമ്മ ഫിർ പറഞ്ഞ വീണ്ടും അമ്മ ചോദിക്കുന്നു, എന്തിനാണ് നീ കരയുന്നത്? രോ ക്യോം രഹേ ഹോ, എന്തിനാണ് കരയുന്നത് എന്ന് അമ്മ പൂച്ച ചോദിച്ചു. ക്യാ തുംകോ ബഹുത്ത് അകേല ലഗ്താ ഹേ ബേട്ടാ. നിനക്ക്, തുംകോ പറഞ്ഞ നിനക്ക് അകേല പറഞ്ഞാൽ ഒറ്റപ്പെടൽ, ഏകാന്തത. നിനക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ മോനെ എന്ന് ചോദിക്കുകയാണ്. അതായത് അമ്മയുടെ കങ്കാരുവിൻ്റെ സഞ്ചിയിലാണ് ആരിയ്ക്കുന്നത്? രൂരു അല്ലേ? രൂരു ഇരിക്കുന്നത്, ജോയ്സ്. അപ്പോൾ രൂരുവിന് എന്താണ്? ഒറ്റപ്പെടലിൻ്റെ കരച്ചിലാണോ? നീ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണോ നിനക്ക് ഈ സങ്കടം എന്ന് അമ്മ ചോദിക്കുകയാണ്. നിനക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കുന്നു. ജേബ് സേ ഏക്ക് ബാരീക് സി ആവാസായി. ജേബ് പറഞ്ഞാൽ കീശ, അതായത് കങ്കാരുവിൻ്റെ കീശ, സഞ്ചി. മനസ്സിലായോ? കങ്കാരുവിൻ്റെ സഞ്ചി. കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നിന്നും ഏക്ക് ബാരീക് സി ആവാസ്, ഒരു നേർത്ത സ്വരം അങ്ങനെ വരികയാണ്. ബാരീക് സി ആവാസ് പറഞ്ഞാൽ നേർത്ത ശബ്ദം. ചെറിയ കുഞ്ഞാണല്ലേ, അപ്പം നേർത്ത ശബ്ദമാണ് ഉണ്ടാവുക. അപ്പം നേർത്ത ശബ്ദം അങ്ങനെ വരുന്നു. എന്താണ് ആ നേർത്ത ശബ്ദം പറയുന്നത്? മേരാ കോയി ദോസ്ത് നഹീം. എന്താ പറയുന്നത്? എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചിയിലിരിക്കുകയാണല്ലേ, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അതാണ് ആരുടെ സങ്കടം? നമ്മുടെ കങ്കാരു കുഞ്ഞിൻ്റെ സങ്കടം.
ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറയാണ്. അമ്മി ഖുഷീസെ കൂതിനെ ഫാന്തിനെ ലേഖി. അത് കേട്ടപ്പോൾ അമ്മ എന്താ ചെയ്തത്? അമ്മി എന്ന് പറയണത് മാം എന്നാണ് കേട്ടോ, അമ്മ എന്നാണ്. അമ്മ എന്താ ചെയ്തത്? ഖുഷീസെ കൂതിനെ ഫാങ്കിനെ ലേഖി, സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. അത് കേട്ട ഉടനെ അമ്മ ചെയ്ത പണി എന്താണ്? സന്തോഷത്തോടെ തുള്ളിച്ചാടാണ്. കുഞ്ഞിൻ്റെ ആ മറുപടി കേട്ടപ്പോൾ. കൂതിനെ ഫാന്തിനെ ലേഖി, കൂതിനെ ഫാന്തിനെ പറഞ്ഞാൽ തുള്ളിച്ചാട. तो इसलिए उदास रहता था मेरा बच्चा. അപ്പോൾ അതുകൊണ്ടായിരുന്നല്ലേ എൻ്റെ കുഞ്ഞു ദുഃഖിച്ചിരുന്നത് എന്ന് അമ്മ ചോദിക്കുകയാണ്. തോ എങ്കിൽ, അപ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടായിരുന്നല്ലേ എൻ്റെ കുഞ്ഞ്, ഉദാസ് പറഞ്ഞ ദുഃഖം, എൻ്റെ കുഞ്ഞ്, മേരാ ബച്ച എൻ്റെ കുഞ്ഞ് അതുകൊണ്ടായിരുന്നല്ലേ ഇങ്ങനെ ദുഃഖിച്ചിരുന്നത് എന്ന് അമ്മ ചോദിക്കുകയാണ്. വ ദേർ തക്ക് കൂതുത്തി രഹി. അവർ കുറേ സമയം, അതായത് കങ്കാരു, ഈ രൂരുവിൻ്റെ അമ്മ കങ്കാരു എന്താ ചെയ്തത്? കുറേ സമയം ചാടി കളിച്ചു കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം. അമ്മ എന്താ ചെയ്തത്? തുള്ളിച്ചാടാൻ തുടങ്ങി. അതായത് എന്താ അങ്ങനെ എന്നാ അറിയോ? അതായത് കങ്കാരു കുഞ്ഞു ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ കങ്കാരുവിൻ്റെ സഞ്ചിയിലാണ് അവർ വളരുക അല്ലേ. അതായത് ഏകദേശം 36 ദിവസത്തെ ചെറിയ ഗർഭകാലത്തിന് ശേഷമാണ് കങ്കാരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ ജനിച്ച കുഞ്ഞ് കങ്കാരുവിൻ്റെ സഞ്ചിയിലേക്ക് വരും. സഞ്ചിയിൽ വന്നിട്ട് 8-10 മാസം സഞ്ചിയിൽ നിന്നിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ടുള്ള വളർച്ചയിലേക്ക് എത്തുന്നത്. 8-10 മാസം അവിടെ നിന്ന് മുലയൂട്ടുകയും വളർത്തുകയും ചെയ്യാണ്. 8-10 മാസമായിട്ട് ആ സഞ്ചിയിൽ നിന്നിട്ടാണ് ഈ കങ്കാരു കുഞ്ഞുങ്ങൾ വളരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് നമ്മുടെ രൂരു പറയുന്നത് ആരും ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടോ? ഇല്ല. പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി കഴിഞ്ഞാൽ മാത്രമേ കങ്കാരു കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് കേട്ടത് കൊണ്ടാണ് അമ്മയ്ക്ക് ചിരി വന്നത്. അമ്മ ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടി കളിച്ചത് കേട്ടോ. ഇനി നോക്കാം. രൂരു അബ് ടൈം ആ ഗയാ ബച്ച. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം രൂരുവിനോട് അമ്മ പറയാണ്, ഇപ്പോൾ ടൈമായി മകനെ. കുഞ്ഞിനോട് പറയാ, ബച്ച, കുഞ്ഞെ എന്നാണ് വിളിച്ചത്. കുഞ്ഞെ, ഇപ്പോൾ ടൈമായിരിക്കുന്നു. 8-10 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോഴേ ആ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയാവുകയുള്ളൂ. അതിന് ശേഷമേ അതിനെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂ. അപ്പം എന്താണ്? ഇപ്പോൾ നിനക്ക് സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി എന്ന് അമ്മ പറയാണ്. അബ് ടൈം ആ ഗയാ ബച്ച. ഇപ്പോൾ നിനക്കുള്ള ടൈമായി കുഞ്ഞെ. അമ്മയ്ക്ക് ഗോദസേ നികലോ. അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങൂ. ഇറങ്ങൂ. ആർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. എന്നിട്ട് നീ പുറത്ത് പോയിട്ട് നിനക്കുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ. ഇതുവരെ അമ്മയുടെ സഞ്ചിൻ്റെ അകത്തായിരുന്നു അല്ലേ, ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ. അമ്മ എന്താ പറയുന്നത്? അമ്മേൻ്റെ സഞ്ചിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി കുഞ്ഞെ, നീ സഞ്ചിയിൽ നിന്ന് ഇറങ്ങിക്കോളൂ. ഇറങ്ങിയിട്ട് എന്ത് ചെയ്യൂ? പുറത്ത് പോയിട്ട് ബാഹർ ജാക്കർ, പുറത്ത് പോയി ദോസ്ത് ബനാവോ, ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ എന്ന് അമ്മ പറഞ്ഞു. രൂരുവിനെ ഡർത്തെ ഹുയേ. എന്താണ്? രൂരു പറഞ്ഞ രൂരു അല്പം ഭയന്നു. കാരണം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അവന് പറ്റുമോ? പെട്ടെന്ന് സാവധാനം ആ സഞ്ചിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഒന്നും അറിയില്ല. പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയ രൂരു എന്താണ്? ഡർത്തെ ഹുയേ, അല്പം ഭയന്നുകൊണ്ട്. ജിഞ്ചക്കത്തെ ഹുയേ. എന്താണ്? ജിഞ്ചക്കത്തെ ഹുയെ പറഞ്ഞാൽ മടിയോടെ. ജിഞ്ചക്കത്തെ ഹുയെ മടിയോടെ, അല്പം ഭയന്നിട്ടും മടിയോടെയും. ജിഞ്ചക്കത്തെ ഹുയെ ഹൗലേസെ പറഞ്ഞാൽ മെല്ലെ, പതുക്കെ. അമ്മീക്ക് ജേബ്സെ സിർ ബാഹർ നികാല. അമ്മയുടെ സഞ്ചിയിൽ നിന്നും തല പുറത്തേക്കിട്ടു. പതുക്കെ, വളരെ സാവധാനത്തിൽ. എങ്ങനെയാണ്? മടിയോടെയും ഭയത്തോടെയൊക്കെ പതുക്കെ എങ്ങനെ തല പുറത്തേക്കിടാണ്. ദുനിയാ കിത്തനി ബെഡീദി. അപ്പോഴാണ് അവൻ ലോകം കാണുന്നത് അല്ലേ. ഇത്രയും വലിയ ലോകമായിരുന്നു. കിത്തനി സുന്ദർ, എത്ര മനോഹരം. കിത്തനെ സാരേ രംഗ്. എന്തെല്ലാം നിറങ്ങളാണ് ഇവിടെ, എത്രമാത്രം നിറങ്ങൾ. ആവാസയും ശബ്ദങ്ങൾ. കിത്തനി ഖുശ്ബു, എത്രമാത്രം സുഗന്ധങ്ങൾ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. പുറത്തേക്ക് തലയിട്ട് നോക്കിയ കങ്കാരു കുഞ്ഞിന് അത്ഭുതമായില്ലേ. ഇനി എന്താണ് ബാക്കി? പർ രൂരു സഹം ഗയാ. പക്ഷേ രൂരു എന്താണ്? സഹം ഗയ, പകച്ചുപോയി.
ആ പുതിയ ലോകം കണ്ട രൂരു. ഇതുവരെ അമ്മയുടെ സഞ്ചിന്റെ ഉൾവശം മാത്രമേ രൂരു കണ്ടിട്ടുള്ളൂ അല്ലേ. പുറം ലോകം കണ്ട രൂരു പുറത്തേക്കൊന്ന് എത്തി നോക്കിയപ്പോൾ തന്നെ അവനെന്താണ്, സഹം ഗയ, പകച്ചുപോയി. ഇത്തനി ബഡി ദുനിയാദി ബാഹർ, ഇത്രയും വലിയ ലോകമായിരുന്നോ പുറത്ത്. അമ്മി കങ്കാരു ദോടി ദർ തോ സബ്ര കിയേ രഹി. അമ്മ കങ്കാരു ദോടി ദർ, അല്പസമയം, സബ്ര കിയേ രഹി. സബ്ര കിയേ രഹി പറഞ്ഞാൽ ക്ഷമയോടെ നിൽക്കുക. സബ്ര കിയേ രഹി, ക്ഷമയോടെ. എന്തിനാണ് ക്ഷമയോടെ അമ്മ കങ്കാരു നിൽക്കുന്നത്? ഈ കുഞ്ഞ് രൂരു ആ സഞ്ചിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ക്ഷമയോടെ അങ്ങനെ നിൽക്കുകയാണല്ലേ. സാവധാനത്തിലല്ലേ കുഞ്ഞിന് വരാൻ കഴിയുള്ളൂ. അപ്പം അത് ക്ഷമയോടെ നിൽക്കുകയാണ്. ഫിർ ഹൽക്കേസെ ദബക്കീതി, ഈ കങ്കാരു കുഞ്ഞ് ഇറങ്ങി വരുന്നത് കാണാഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഫിർ ഹൽക്കേസെ ദബക്കീതി, പിന്നീട് അമ്മ ഹൽക്കേസെ ദബക്കി. ഹൽക്കെ പറഞ്ഞാൽ എന്താ പറയുക, മൃദുവായിട്ട്, നേരിയൊരു തട്ടല്, നേരിയതായിട്ട് എവിടെ തട്ടി? ചുമലിൽ ഇങ്ങനെ തട്ടി, പതുക്കെ പതുക്കെ ചുമലിൽ മൃദുവായിട്ട് ഇങ്ങനെ ചുമലിൽ തട്ടാണ്. फिर रूरू को गुद जेब से निगलने की कोशिश करते देखने लगी. പിന്നീട് രൂരു ഗുദ് ജേബ് സേ, ഗുദ് സ്വയം, സഞ്ചിയിൽ നിന്നും, നിഗൽനേക്ക് കോശിഷ് കർത്തേ ദേഖ്നെ ലഗി, പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കണം അമ്മ. ആഖിർ, അവസാനം, രൂരു ജേബ് സേ ബാഹർ നിഗല, അങ്ങനെ അവസാനം രൂരു ആ സഞ്ചിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നീച്ചി ടെഹനി പർ ഏക്ക് ചിടിയ ഗാനാ ഗാ രഹി തി, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ രൂരു എന്താ കണ്ടത്? നീച്ചി ടെഹനി പർ, താഴെ ഒരു മരച്ചില്ലയിൽ, താഴെയുള്ള മരച്ചില്ലയിൽ, ഏക്ക് ചിടിയ ഗാനാ ഗാ രഹി തി, ഒരു പക്ഷി പാട്ട് പാടുന്നുണ്ടായിരുന്നു. രൂരുനെ ചിടിയാസെ പൂച്ഛനാ ചാഹാ കി ക്യാ ഉസേ और गाने भी आते हैं. രൂരു ചിടിയാസെ പൂച്ഛനാ ചാഹ, രൂരു ആ പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു. എന്തെന്നാൽ, കീ പറഞ്ഞ എന്തെന്നാൽ, ആ രൂരു ആ പക്ഷിനോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യം എന്താണ്? ക്യാ ഉസേ ഓർ ഗാനെ ബി ആത്തെ ഹേ, നിനക്ക് പാടാൻ അറിയുമോ എന്ന് ആ പക്ഷിക്ക് പാടാൻ അറിയുമോ എന്ന കാര്യമാണ് അതിനോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. ക്യാ വോ ഉസേ ഗാന സിഗാ ദേഗി, നമ്മുടെ നമ്മുടെ കങ്കാരുവിൻ്റെ കുഞ്ഞുണ്ടല്ലോ രൂരുവിനെ കൂടെ ഒന്ന് പാട്ട് പഠിപ്പിക്കുമോ എന്നാണ് ചോദിക്കാൻ ആഗ്രഹിച്ചത്. पर चिड़िया उड़कर दूसरे पेड़ पर बैठ गई. പക്ഷേ പക്ഷി എന്ത് ചെയ്തു? പറന്ന് മറ്റൊരു മരച്ചിലേക്ക് പോയിരുന്നു. രുക്കോ രുക്കോ ജാവോ മത്, നിൽക്കൂ പോവരുത്. ചിടിയാക്കെ പീച്ചെ കൂതുത്താ ഹുവ, രൂരുവിനെ ചില്ലായ. ചിടിയാക്കെ പീച്ചെ, പക്ഷിയുടെ പിന്നാലെ, കൂതുത്താ ഹുവ, ചാടിക്കൊണ്ട് കൂതുക എന്നാൽ ചാടുക, പക്ഷിയുടെ പിന്നാലെ അങ്ങനെ ചാടി പോവാണ്. എന്നിട്ട് രൂരുവിനെ ചില്ലായ, രൂരു ചില്ലായ പറഞ്ഞ ഉറക്കെ വിളിക്കുക. രൂരു ഉറക്കെ വിളിച്ച് പറയാണ്. എന്താ വിളിച്ച് പറയുന്നത്? ഉച്ചത്തിൽ വിളിച്ച് പറയണ ചില്ലായ പറയാം കേട്ടോ. ഉച്ചത്തിൽ വിളിച്ച് പറയാണ്. എന്താണ് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത്? അരുത്, പോവരുത്, ജാവോ മത്ത്, പോകരുത്, നിൽക്കൂ എന്നാണ് വിളിച്ച് പറയുന്നത് അല്ലേ. ചിടിയാ ബോലി. അപ്പൊ ചിടി എന്താ പറയുന്നത്? മേ രുക് നഹി സക്തി, എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല. ബഹുത്ത് ബുരാ ഹോ ഗയാ ഹേ, എന്താണ് ബുരാ ഹോ ഗയാ ഹേ, ആപത്ത് സംഭവിച്ചിരിക്കുന്നു, വലിയൊരു ആപത്ത്. ബഹുത്ത് ബുര, വളരെ വലിയൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു. എന്താണ് ആപത്ത് സംഭവിച്ചത്? ക്യാ ബുരാ ഹുവ, എന്താപത്താണ് സംഭവിച്ചത് എന്ന് കങ്കാരു കുഞ്ഞ് രൂരു ചോദിക്കുകയാണ്. പിച്ചലി രാത്ത് ഭയാനക തൂഫാനായാത, പിച്ചലി രാത്ത്, കഴിഞ്ഞ രാത്രി, ഭയാനകമായ കൊടുങ്കാറ്റുണ്ടായിരുന്നു. മേരാ ഗോസല ബിഗർ ഗയാ ഹേ, എൻ്റെ കൂട് ചിതറിപ്പോയിട്ടുണ്ട്. എന്താ ഉണ്ടായത്? ആ കൊടുങ്കാറ്റില് എൻ്റെ ഗോസല, കൂട് ചിതറിപ്പോയി. കഹി മേരെ ബച്ചെ ഗിർ ന ജായേ, എവിടെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ വീണ് കിടക്കാതിരിക്കട്ടെ. ഇപ്പോൾ ചെതറി പോയതാണല്ലോ കൂട്, അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എവിടേക്കെങ്കിലൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അമ്മയായിട്ടുള്ള പക്ഷി പറയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ എങ്ങോട്ടും തെറിച്ചു പോയിട്ടുണ്ടാവാതിരിക്കട്ടെ. മേം ഗാനാ നെഹി ഗാ രഹീതി, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല. മേം ഗാനാ നെഹി ഗാ രഹീതി, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല. അപ്പനെ സാത്തിക്കോ ബുലാ രഹീതി, എന്ത് ചെയ്യുകയായിരുന്നു? അപ്പനെ സാത്തി, സ്വന്തം കൂട്ടുകാരനെ, സാത്തി കൂട്ടുകാരനെ, ബുലാ രഹീതി, വിളിക്കുകയായിരുന്നു.
പാട്ട് പാടുകയായിരുന്നില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. വോ ആ ജായേത്തോ ഹം മിൽക്കർ ജൽദി ജൽദി ഗോൺസല ടീക്ക് കർലേ. അവനും കൂടെ വന്നു എങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് രണ്ടുപേർക്കും മിൽക്കർ പറഞ്ഞാൽ ചേർന്നിട്ട്, രണ്ടുപേർക്കും കൂടെ ചേർന്നിട്ട് ജൽദി ജൽദി ഗോൺസല ടീക്ക് കർലേ, വേഗം എന്തു ചെയ്യാം, ജൽദി പറഞ്ഞാൽ വേഗം, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഗോൺസല കിളിക്കൂട് ശരിയാക്കാം. അതിനുവേണ്ടി ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാട്ട് പാടുകയായിരുന്നില്ല എന്ന് കിളി പറഞ്ഞു. രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട. ഇത് കേട്ടപ്പോൾ രൂരു എന്ത് ചെയ്തു, ചിടിയാക്കെ സാത്ത് ചൽപ്പട, ചിടിയോടൊപ്പം പോയി. ആ പക്ഷി പോകുമ്പോൾ പക്ഷിയുടെ കൂടെ ആര് പോയി, രൂരുവും പോയി. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേ ദേ. കുട്ടികൾ, അതായത് ആ പക്ഷിക്കുഞ്ഞുങ്ങൾ ജമീൻ പറഞ്ഞാൽ തറയിൽ, നിലത്ത്, ബേഹാൽ പടേ ഹുയേ ദേ. ബേഹാൽ പടേ ഹുയേ ദേ പറഞ്ഞാൽ അവശരായി കിടക്കുന്നുണ്ടായിരുന്നു. കൂട്ടുനിന്ന് വീണ് കിടക്കണല്ലേ, അവശരായിട്ട് ഇങ്ങനെ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ചിടിയ ജോർ സേ രോയി. ചിടിയ ഉച്ചത്തിൽ കരഞ്ഞു. പക്ഷി എന്തു ചെയ്തു, ജോർ സേ ഉച്ചത്തിൽ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉടുത്താ ഹുവാ ആയ. ആ പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട്, ആവാസ് ശബ്ദം കേട്ടിട്ട്, ഉസ്കാ സാത്തി അവളുടെ കൂട്ടുകാരൻ, ഉടുത്താ ഹുവായ പറന്നു വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേക്ക് രൂരു കോ ഏക് ഖ്യാൽ ആയ. അവരുടെ രണ്ടുപേരുടെയും സങ്കടം കണ്ടപ്പോൾ രൂരുവിന് ഒരു കാര്യം ഓർമ്മ വന്നു. ഖ്യാൽ ചിന്ത, ഒരു ചിന്തയുണ്ടായി, ഒരു കാര്യം രൂരുവിന് ഓർമ്മ വരികയാണ്. മുझे एक जगह मालूम है. അപ്പൊ രൂരു പറയാണ്, മുझे एक जगह मालूम है, എനിക്കൊരു സ്ഥലം അറിയാം. जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वहीं रह सकते हैं. ജബ് തക്ക് എപ്പോൾ വരെയാണോ, ബച്ചെ കുഞ്ഞുങ്ങൾ, ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ, ഉടനെ ലായക് പറക്കാൻ പ്രാപ്തരാവാതിരിക്കുന്നത്, അതായത് ഈ പക്ഷിക്കുഞ്ഞുങ്ങള് പറക്കാൻ പ്രാപ്തരാകുന്നത് വരെ എന്നർത്ഥം. മനസ്സിലായോ? പക്ഷിക്കുഞ്ഞുങ്ങൾ പറക്കാൻ പ്രാപ്തരാകുന്നത് വരെ വേ ആരാംസേ വഹീം രഹ് സക്തേ ഹേ. അവർക്ക്, ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക്, വേ അവർക്ക്, ആരാംസേ, ആരാം വളരെയധികം എന്താ പറയാ, സന്തോഷത്തോടെ, ആരാം എന്ന് പറഞ്ഞാല് ദുഃഖമില്ലാതെ എന്നുള്ള അർത്ഥം, അത് സ്വസ്ഥമായിട്ടെന്നൊക്കെ പറയാം. വളരെയധികം വേ അവർക്ക്, ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക്, ആരാംസേ വഹീം സക്തേ ഹേ സ്വസ്ഥമായി, സമാധാനമായിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലം എനിക്കറിയാം എന്ന് രൂരു പറയാണ്. അപ്പൊ ആ സ്ഥലം ഏതാണെന്ന് നോക്കാം നമുക്ക്. ഏത് സ്ഥലമാണ് രൂരു പറഞ്ഞതെന്ന്. ഫിർ ക്യാ ഥാ, പിന്നീട് എന്ത് സംഭവിച്ചു? രൂരു കി മദദ് സേ അമ്മീനെ ധീരെ ധീരെ സാരെ ബച്ചോं को अपनी നരം മുലായം ജേബ് മേ രഖ് ലിയാ. അപ്പൊ രൂരു പറഞ്ഞു കൊടുത്ത സ്ഥലം ഏതാണ്? ആ രൂരുവിന്റെ എന്താ പറയാ, കങ്കാരുവിന്റെ സഞ്ചിയിലെ, രൂരു ഇതുവരെ കിടന്നിരുന്ന സ്ഥലം തന്നെ, ആ സഞ്ചിയാണ് രൂരു ആ പക്ഷിക്കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ, അവർക്ക് പറക്കമുറ്റുന്നത് വരെ, അവർ പറക്കാൻ പ്രാപ്തരാകുന്നത് വരെ അവരെ സംരക്ഷിക്കാനുള്ളൊരു സ്ഥലമായിട്ട് പറഞ്ഞു കൊടുത്തത് ആ രൂരുവിന്റെ അമ്മയുടെ, ആ കങ്കാരുവിന്റെ സഞ്ചി തന്നെയായിരുന്നു അല്ലേ. രൂരു കി മദദ് സേ അമ്മീനെ, രൂരുവിന്റെ സഹായത്തോടെ, മദദ് സഹായം, രൂരുവിന്റെ സഹായത്തോടെ, അമ്മീനെ അമ്മ, ധീരെ ധീരെ പതുക്കെ പതുക്കെ, സാരെ ബച്ചോം കോ, സാരെ ബച്ചോം എല്ലാ കുഞ്ഞുങ്ങളെയും, സാരെ ബച്ചോം കോ എല്ലാ കുഞ്ഞുങ്ങളെയും, അപ്പനി നരം തൻ്റെ കോമളമായ, നരം പറഞ്ഞാല് മൃദുവായ, മൃദുലമായ സോഫ്റ്റ് ആയിട്ടുള്ള, മൃദുലമായതും, അതുപോലെ തന്നെ മുലായം പറഞ്ഞാലും മൃദുലമായ, കോമളമായ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. മുലായം പറഞ്ഞാൽ കോമളമായ. ജേബുമേം രഗിലിയ, കീശയിൽ വെച്ചു. അതായത് ആ അമ്മയുടെ സഞ്ചിയിൽ ആ പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ ആരുടെ സഹായത്തോടെയാണ് അങ്ങോട്ടേക്ക് വെച്ചത്? ആ രൂരുവിന്റെ സഹായത്തോടെ അമ്മയുടെ സഞ്ചിയിലേക്ക് പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചു. യഹാം ഉനേം കോയി ഖതരാ നഹീന്ത, ഇവിടെ അവർക്ക് യാതൊരാപത്തും ഉണ്ടായിരിക്കുകയില്ല.
ഖതര ആപത്ത്. ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഇനി അമ്മ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ ഒരാപത്തും ഉണ്ടായിരിക്കുകയില്ല. ചിടിയാ ഖുശി സേ ഗാനെ ലഗി. അങ്ങനെ പക്ഷികൾക്ക് സന്തോഷമായി. പക്ഷികൾ സന്തോഷത്തോടെ ഗാനെ ലഗി പാടാൻ തുടങ്ങി. ഉനോനെ രൂരു കോ ഭി ഗാനാ സിഖാ ദിയ. അവർ രൂരുവിനെ കൂടി പാട്ട് പഠിപ്പിച്ചു. ഉസ് രാത്ത് രൂരു ആഹിസ്താസെ. ആ രാത്രി രൂരു ആഹിസ്താസെ വളരെ സാവധാനം, ആഹിസ്ത പറഞ്ഞ പതുക്കെ, സാവധാനത്തിൽ, സമ്പൽക്കൽ ശ്രദ്ധിച്ച്, അങ്ങനെയാണ് വളരെ സാവധാനം ശ്രദ്ധിച്ചിട്ട് അമ്മാക്കി ജേബ് മെഗുസ അമ്മയുടെ സഞ്ചിയിലേക്ക് കയറി. എന്താണ് വളരെ സാവധാനം ശ്രദ്ധിച്ച് കയറാനുള്ള കാരണം? അമ്മയുടെ സഞ്ചിയിൽ ഇനി കങ്കാരു കുഞ്ഞ് മാത്രമല്ല, രൂരു മാത്രമല്ലല്ലേ ഉള്ളത്, ആരാണുള്ളത്? പക്ഷിക്കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട് അല്ലേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ അമ്മയുടെ സഞ്ചിയിലേക്ക് രൂരു കയറി. വഹ് ചിടിയോങ്കി ബഗൾ മേ ദുബക് ഗയാ. എന്നിട്ട് എന്ത് ചെയ്തു അവൻ എന്താ ചെയ്തത്? ചിടിയോങ്കി ബഗൾ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അരികിലായിട്ട്, ബഗൾ പറഞ്ഞ അരികിൽ, ബഗൾ മേം അരികിൽ, ദുബക് ഗയാ പറഞ്ഞാൽ പതുങ്ങിക്കിടക്കുക, ദുബക് ഗയാ പതുങ്ങിക്കിടന്നു, പക്ഷിക്കുഞ്ഞുങ്ങളുടെ അരികിലായിട്ട് പതുങ്ങിക്കിടന്നു. അബുവോ അകേലാനഹിത. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണോ? അല്ല, അവന് ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ, പക്ഷിക്കുഞ്ഞുങ്ങളായ ഫ്രണ്ട്സിനെ അവന് കിട്ടി. അപ്പൊ ഇപ്പോൾ അവൻ എങ്ങനെയല്ല, ഇപ്പോൾ അവൻ അകേലാനഹിത, ഒറ്റയ്ക്കായിരുന്നില്ല. ഓക്കെ, വളരെ മനോഹരമായൊരു കഹാനിയാണിത്. ഇതിൻ്റെ ഫുൾ കഹാനി പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. വായന നമ്മൾ 2 പാർട്ടായിട്ടാണ് എടുത്തത്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തത് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കഹാനിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിച്ച് പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് നോക്കുക, പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ് ഏതാണോ അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ.